Hi guys, welcome back to our channel Taste and Arts. ഇന്ന് ഞങ്ങൾ ഒരു സൂ വിസിറ്റ് ചെയ്ത വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ ആയതുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടിപൊളി ഫീൽ ആയിരുന്നു. അധികം വൈകിപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Continue on Salak Highway for 1.5 kilometers. Turn left onto Gulf of Bahrain Road. Continue on Gulf of Bahrain Road for 5 kilometers. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് മേടിക്കാനാണ് പോയത്. കാരണം സൂവിൻ്റെ ഉള്ളിൽ സ്നാക്ക് ഒന്നും കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. സോ ആദ്യം തന്നെ നമ്മൾ സ്നാക്ക് മേടിക്കാൻ പോയി. പിന്നെ പാർക്കിങ്ങിൽ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കാറുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. കയറിയപ്പോൾ തന്നെ ആദ്യം കാണുന്നത് കുറേ പൂക്കളും ചെടികളും കുറേ മരങ്ങളും ഒക്കെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കയറി കഴിഞ്ഞിട്ട് നടക്കുന്ന സ്ഥലം മുഴുവനും പൂക്കളായിരുന്നു. കണ്ടോ, ഈ ഓറഞ്ച് ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അത് മാത്രം വെച്ചിട്ട് കുറേ പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂവിൽ കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ നല്ല വലിയ ക്യൂ ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ആ ദിവസം. പിന്നെ ഈ ഭാഗത്ത് മേലെ നല്ല സീലിംഗ് നല്ല ഡിസൈനായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം, നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന ഭാഗം നമ്മളധികം ഷൂട്ട് ചെയ്തില്ല. പിന്നെ നാട്ടിലുള്ള പോലെ ഇങ്ങനെ കോഴികളൊക്കെ പുറത്തുണ്ടായിരുന്നു. നടക്കുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് കുറേ കുട്ടികൾക്കായിട്ട് കുറേ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ പൂക്കളൊക്കെ നല്ല ഇഷ്ടമായി. ഇവിടെ കുറേ ഡക്കായിരുന്നു. ഡക്ക് നല്ല കളർഫുൾ ഡക്ക് പോലെ എനിക്ക് തോന്നി. തലയൊക്കെ ഭയങ്കര ഗ്രീനായിട്ട്. പിന്നെ ഒരു ബ്രൗൺ ഡക്ക്, അങ്ങനെ കുറേ ഡക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ്, ഒരു പാലം പോലെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പുറത്തേക്ക് പാസ് ചെയ്യാനൊക്കെ. പിന്നെ ഇവിടുത്തെ മരമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്ക് റിയൽ ലൈഫിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ബേർഡ്സൊക്കെ കൂടെ ആവുമ്പോൾ. പിന്നെ ഇവിടെ ഒരു ബേർഡ് ഉണ്ടായിരുന്നു, ഒരു വലിയ ബേർഡ്, തലയിൽ എന്തൊക്കെയോ വെച്ചിട്ട്. എനിക്ക് അതിൻ്റെ പേരറിഞ്ഞില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ഗാർഡനിൽ ശരിക്കും പറഞ്ഞാൽ കുറേ ചെടികളും മരങ്ങളും പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നടക്കുന്ന എല്ലായിടത്തും ഈ ചെടികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെയും കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. ഈ ബേർഡ് ഭയങ്കര വലുതായിരുന്നു. അതിൻ്റെ കൊക്കൊക്കെ ഭയങ്കര വലുതായിരുന്നു. പിന്നെ ഇവിടെയും വേറെ കുറേ ഡക്ക് ഉണ്ടായിരുന്നു. നീന്തുന്ന കാണാൻ നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നല്ല ടയേർഡായി, വിശപ്പൊക്കെ ഒന്ന് വന്നപ്പം നമ്മളൊരു ഇരിക്കാനുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ക്രോസിന് ജ്യൂസ് അങ്ങനത്തെ ഒക്കെ കുടിച്ചു. അപ്പോൾ തന്നെ വേറെ അറബിക്കുട്ടികളൊക്കെ എന്തോ ഒരു ഡക്കിനെ അതുപോലെ എന്തോ ഒരു സാധനം കിടന്ന് ഓടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പാർക്കിൽ ഇതുപോലെ ഗ്രാസിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പായൊക്കെ വിരിച്ചിട്ട് കുറേ ഫാമിലീസൊക്കെ കഴിക്കാറുണ്ട്. അതെല്ലാ പാർക്കിലും ചെയ്യുന്ന, സൂവിൽ മാത്രമൊന്നുമല്ല. നടക്കാൻ പോകുന്ന പാർക്കിലും ഇങ്ങനെ ഗ്രാസ് കാണുമ്പോൾ അവരവിടെ ഇരുന്നിട്ട് കഴിക്കാറൊക്കെ ഉണ്ട്. പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണ്. സ്നാക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നടക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങി.
പിന്നെ നമ്മളിവിടെ നെക്സ്റ്റ് കണ്ടത് ഒട്ടകമാണ്. ഒട്ടകം നല്ല വലിയൊരു ഒട്ടകം. ഇവിടുന്ന് ഒരു സെക്യൂരിറ്റി വന്നിട്ട് ചെടി തരും. ആ ചെടി എടുത്തിട്ട് നമ്മൾ കൊടുക്കുക, അവരത് കഴിക്കും. അങ്ങനെയായിരുന്നു. കൊടുത്തവരൊക്കെ നല്ല ഓട്ടമായിരുന്നു. എനിക്കും പേടിയായി അത് കൈ കടിക്കുമെന്നൊക്കെ. ഉമ്മയും ഞാനും ഉപ്പച്ചിയും ഒക്കെ കൊടുത്തു. ഇവിടെ ഒന്നൊന്നുമല്ല, 2-3 എണ്ണമൊക്കെ ഉണ്ട്. കുഞ്ഞു കുട്ടികളടക്കം കൊടുക്കുന്നുണ്ട്. ചവക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഒരു കുതിരവണ്ടി ഉണ്ടായിരുന്നു. കുതിരവണ്ടി നമുക്ക് നടക്കാൻ മടിയുള്ളവരും നടക്കാൻ ടയേർഡായവരും ഒക്കെ കയറ്റി കൊണ്ടുപോകും. പിന്നെ ഇവിടെ നമ്മൾ കണ്ടത് ഓസ്ട്രിച്ചിനാണ്. എനിക്ക് ഓസ്ട്രിച്ചിനെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ ഡോങ്കീനെ കണ്ടു. ഡോങ്കി 2-3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുതിരേനാണ് കണ്ടത്. കുതിര നമുക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാനും പറ്റും. ഞാനും ഉമ്മയും ഇക്കയും റൈഡ് ചെയ്തു. ഉപ്പച്ചി റൈഡ് ചെയ്തില്ല. ആദ്യം ഉമ്മ പോയി, പിന്നെ ഞാനും ഇക്കയും പോയി. 2-3 റൗണ്ടൊക്കെ ചുറ്റും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേർഡ്സിനൊക്കെ കൈമലും തലയിലൊക്കെ വെച്ച് തരുന്നൊരു സംഭവമായിരുന്നു. എൻ്റെ ഉമ്മ അത് ചെയ്തു. ഞാൻ ചെയ്തില്ല, ഇക്കയും ചെയ്തില്ല, ഉപ്പച്ചയും ചെയ്തില്ല. എൻ്റെ ഉമ്മാക്ക് ഷോൾഡറും ഒരു കിളീനെ വെച്ചെടുത്ത്, കയ്യിന്ന് 2 കിളീനെ വെച്ചെടുത്തു. ഈ വലിയ പാരറ്റിൻ്റെ പേര് മക്കാവ് എന്നാണ്. ഇതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഫെദറും ലോങ് ടെയിലുമാണ് കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കയ്യിലിരിക്കുന്ന 2 ബേർഡ്സ് ലവ് ബേർഡ്സ് ആണ്. കാണുമ്പോൾ നല്ല രസമായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പാത്രം ഉണ്ടായിരുന്നു. നല്ല രസമായിട്ടൊരു പാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ഇരിക്കാനും സ്ഥലമൊക്കെ ആയിട്ട്. പിന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വന്നത്. ഇവിടെ നല്ല വൈൽഡ് അനിമൽസിനൊക്കെയാണ് ഒരു കേജിലിട്ടിരിക്കുന്നത്. ഒരാൾ അവിടെ നല്ല കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ സൗണ്ട് ഉണ്ടാക്കി എണീപ്പിച്ചു. പിന്നെ ഇവിടെ വേറൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലും വൈൽഡ് അനിമൽസ് ഒക്കെ തന്നെയാണുള്ളത്. ഇവിടെ നമ്മൾ 2 ആളും നല്ല കണ്ണടച്ചിട്ടാണ് പോയത്. ഞാനും ഉമ്മയും കണ്ണടച്ചിട്ടാണ് പോയത്. കാരണം അവിടെ ഒരാൾ സ്നേക്കിനെ പുറത്തിട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് 2 ആൾക്കും സ്നേക്കിന് നല്ല പേടിയാണ്. അതുകൊണ്ട് എത്ര വിളിച്ചിട്ടും ഞങ്ങൾ പോയില്ല. ഈ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് ശരിക്കും സ്നേക്കിനെ കാണാൻ പറ്റത്തില്ല. കാരണം ഉമ്മയും ഞാനും നല്ല കണ്ണടച്ചിട്ട് എങ്ങനെ ഷോട്ട് കിട്ടിയെന്നൊന്നും നോക്കിയില്ല.
പിന്നെ ഇവിടെയാണ് നമ്മുടെ കാടിൻ്റെ രാജാവൊക്കെ നിന്നിരുന്നത്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല ബിഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ച ചെറുതൊക്കെ ആവുന്ന, പക്ഷെ നല്ല വലുതായിരുന്നു. ഇവിടെ മങ്കി എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഒരാളെയും കണ്ടില്ല. കുറേ നോക്കി, ഒരാളെയും കേജിൽ കണ്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് മേലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരാൾ നല്ല ചാരി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ എനിമൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ആൾ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ സീബ്രനെ കണ്ടു. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഇവിടെ നമ്മൾ റാബിറ്റിനെ കണ്ടു. എനിക്ക് റാബിറ്റിനെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കൈ വെച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നു. പിന്നെ വേറൊരാൾ വന്നപ്പോൾ ഓടിപ്പോയി. പിന്നെ ടയേർഡായപ്പോൾ ഒന്ന് ഇരുന്നു. അവിടെ നല്ലൊരു പൂള് പോലത്തെ ഒരു പ്ലേസ് ആയിരുന്നു, വെള്ളമൊക്കെ ആയിട്ട്. ഇവിടെ എനിക്കൊരു സ്റ്റേജ് പോലെ തോന്നി. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ കുറേ നേരം നിന്ന്, കുറേ നേരം കളിച്ചു. എനിക്കൊരു സ്റ്റേജിൻ്റെ ഫീൽ പോലെ തോന്നി. പിന്നെ ഇങ്ങനെ കല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ നിൽക്കാൻ തോന്നുന്നില്ല. സോ കുറേ ഓടി. പിന്നെ ഇവിടെ ഒരു പൂള് പോലൊരു ഏരിയയിൽ പൂളിൻ്റെ നടുവിലായിട്ട് കുറേ കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഒരു സ്ഥലം ഫോട്ടോ എടുക്കാനും അവിടെ ഇരിക്കാനൊക്കെ നല്ല റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് കുറേ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്കതും നല്ലത് ഇഷ്ടമായി. ഈ സൂവിൽ ഓൾമോസ്റ്റ് ഫുള്ളും ചെടികൾ കൊണ്ട് നല്ല ഡെക്കറേഷൻ ആയിരുന്നു. പിന്നെ വീണ്ടും കുറച്ച് നേരം ഇരുന്നു, കാരണം നടക്കുമ്പോൾ ഒക്കെ നല്ല ടയേർഡായി. ഇവിടെ ഇരിക്കാൻ വന്നപ്പോൾ എൻ്റെ പണി ഇതായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങുമായിരുന്നു ഞാൻ. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു വുഡിൻ്റെ ഒരു സംഭവത്തിൽ ഗ്രീൻ പ്ലാന്റ് ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഇക്കാടെ അടുത്തുനിന്ന് ഒളിച്ച് നിൽക്കുമായിരുന്നു.
പക്ഷെ വൈകാതെ തന്നെ ഞാൻ പിടിയെടുത്തു. അവിടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മിർച്ചിൽ നല്ലോണം പൊടിയായി. ഇവിടെ പിന്നെ ഒരു മീസ് എൻട്രൻസ് ആയിരുന്നു, ലൈക്ക് ഒരു ബുഷ് കൊണ്ടൊക്കെ ഒരു പസിൽ പോലെ മീസ് എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഫണ്ണായിരുന്നു. ഞാൻ കുറേ കളിച്ചു അവിടെ. പിന്നെ ഒരു വഴി ഇല്ലാണ്ടായപ്പോൾ ഞാനൊരു ഷോർട്ട് കട്ട് എടുത്തു. അതുപോലെ തന്നെ ഇരിക്കുകയും വന്നു. എനിക്ക് ഈ സംഭവം നല്ല ഇഷ്ടമായി. ഫുള്ള് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തു. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നെ ഇവിടെ ഒരാൾ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ സൂ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പാർക്കിങ്ങിൽ തന്നെ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അധികം ദൂരെയുള്ള മരങ്ങൾ അധികം ഒന്നും കണ്ടിരുന്നില്ല. ചില മരങ്ങൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ബഹ്റൈനിലൊക്കെ ഇങ്ങനെയാണ് പൊടിക്കാറ്റൊക്കെ വരാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. ബൈ ബൈ.